ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ കറി കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ പാത്രത്തിൽ 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അതിലേക്ക് പുരട്ടാനുള്ള മസാലകളാണ്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ചിക്കൻ മസാല പൊടിയുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനിൽ ഞാൻ പുരട്ടി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് പുരട്ടി നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെല്ലുള്ളി കാണാം നിങ്ങൾക്ക്. പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, മല്ലിയില ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില അരിഞ്ഞത്, പിന്നെ തക്കാളി, ഉരുളൻകിഴങ്ങ് ഞാൻ എപ്പോഴും ചിക്കൻ കറിയിൽ ഇടും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങ് ഇട്ടാൽ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി സ്റ്റൗവിൽ കുക്കർ വയ്ക്കുക. കുക്കർ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയിൽ എല്ലാം ഉണ്ടാക്കാറ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ അടുത്ത് എന്താണെന്ന് വെച്ചാൽ കടുകിടണം കേട്ടോ. കടുകിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ഒരു നുള്ളു പോലും താഴെ പോകാൻ പാടില്ല എന്നാണ് എനിക്ക് എൻ്റെ അമ്മമ്മയൊക്കെ പഠിപ്പിച്ച് നിൽക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് പെരുംജീരകം, ഒരു നുള്ളു പെരുംജീരകം കേട്ടോ, അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിൽ അടുത്തത് എന്തിടാം, കുറച്ച് കരിവേപ്പില അവിടെ ഉരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, കരിവേപ്പില ഇട്ട് വെച്ചു. അപ്പോൾ രണ്ടും കൂടി നന്നായി തകൃതിയായിട്ട് പൊട്ടുണ്ട് കേട്ടോ. കടുകും കരിവേപ്പിലയും കുറച്ചതിൽ വെള്ളത്തിൻ്റെ ജലാംശം ഉണ്ടാവുമല്ലോ കഴുകിയ കരിവേപ്പിലാവുമ്പോൾ. പിന്നെ അതിൽ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. അതിടുമ്പോൾ തന്നെ അറിയാലോ, വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ നല്ല സ്മെല്ല് വരും അല്ലേ. അതിൻ്റെ ഒരു അരോമ ഉണ്ട്. നന്നായി ഇളക്കി റെഡിയാക്കി. അടുത്തത് അതിൽ കുറച്ച് ഉള്ളി ഇടാം കേട്ടോ. വലിയ ഉള്ളി മുറിച്ച് വെച്ചില്ലേ, വലിയ ഉള്ളി സവാള, അതാണ് ഞാൻ ഇട്ടിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഇട്ട് നെക്സ്റ്റ് കുറച്ചും കൂടി ഇട്ട് പാലിലെ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇളക്കണം കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം ഇളക്കണം. അത് ഇളക്കുന്ന ഈ പരുവത്തിലായിട്ടുണ്ട്, ഇളക്കി വാടിയിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും ഇട്ട് വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുക്കർ ഇളക്കുക. കുക്കറിലിട്ടിട്ട് അതെല്ലാം കൂടി ഇളക്കി റെഡിയാക്കി കേട്ടോ. നെക്സ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ കുറച്ച് ടൊമാറ്റോ, അതായത് തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കണം. ഇളക്കി നന്നായിട്ട് അതൊരു പേസ്റ്റ് പരുവാവും കേട്ടോ. എല്ലാം കൂടി നല്ല വെളിച്ചെണ്ണയിൽ ഇളക്കി കണ്ടോ, പേസ്റ്റ് പരുവത്തിലാവും കേട്ടോ. ഇനി നമുക്കതിലേക്ക് മസാല ഒന്നും കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ അധികം ഇടില്ല കേട്ടോ മുളക് പൊടി, കാരണം ഓൾറെഡി നമ്മൾ പുരട്ടി വെച്ചതിൽ മുളക് പൊടി ഉണ്ടല്ലോ. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. നെക്സ്റ്റ് അതിക്കിടാൻ പോകുന്നത് ഞാൻ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അധികം വേണം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇതിൽ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മല്ലിപ്പൊടിയും ഇളക്കി നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മസാല പരുവാവും കേട്ടോ. ഇതിൻ്റെ എല്ലാ മസാലയും ചേർന്ന് നല്ലൊരു മസാല പരുവായിട്ടുണ്ട് ഇപ്പോൾ സാധനം. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ടു കേട്ടോ. ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി വെക്കണം. അടുത്തത് കണ്ടോ, എല്ലാം റെഡി ആയിട്ടില്ലേ. കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ട് തോന്നിയപ്പോൾ ഉരുളൻകിഴങ്ങ് ഉപ്പ് വലിച്ചെടുക്കുമല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് ചിക്കൻ അതിക്കിട്ടു. ചിക്കൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റാക്കി കേട്ടോ. അടി കൂടെ ഇളക്കണം സാധനം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടി കൂടെയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി കേട്ടോ. ഇനി നമുക്ക് ആ ചതച്ച് വെച്ച മല്ലിയില ഉണ്ടല്ലോ, അതും ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി റെഡിയാക്കി. ഇനി വേണ്ടതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ചിക്കൻ വേവാൻ വെള്ളം വേണ്ടേ. അപ്പോൾ എനിക്ക് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം നമ്മൾ മസാല ആക്കി വെച്ച ആ പാത്രത്തിലെ മസാല വെള്ളം തന്നെയാണ് പാർന്നിരിക്കുന്നത്. ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കുക്കറിൽ എനിക്കൊരു 3 വിസിലെങ്കിലും വേണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. സോ നമ്മുടെ ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി മല്ലിയിലൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്നത്തെ ഡിന്നർ ആപ്പിൽ ചോറ്, സാമ്പാർ, ചിക്കൻ കറി.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, വ്യൂ ചെയ്യൂ. താങ്ക് യു.